എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ NIOS നിലവിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളും അതേപോലെ തന്നെ NIOS പുതിയതായി അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ ഒരു 2026 ജൂലൈ മാസത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ദെൻ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. അതിനു മുൻപ് ചെറിയൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ NIOSന്റെ 10ാം ക്ലാസ് +2 കൊമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻസും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഡിഗ്രി കോഴ്സിലേക്ക് വേണമെങ്കിൽ ഡിഗ്രി കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാം. ഇനി അതല്ല, ഒരു 10ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ല, അതുകൊണ്ട് 10ാം ക്ലാസ് എഴുതി എടുക്കണം എന്നുള്ള ചിന്തയിലാണെങ്കിൽ 10ാം ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാം. ഇനി അതല്ല, +2 കൊമേഴ്സ് വേണോ, ഹ്യൂമാനിറ്റീസ് വേണോ, സയൻസ് വേണോ എന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് +2 ഗ്രൂപ്പുകളിലേക്കും ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു കോഴ്സുകളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 2026 ഒക്ടോബർ മാസത്തിലെ പരീക്ഷ എഴുതുന്നതിന് വേണ്ടി NIOS 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ട്യൂട്ടർമാർക്കുടെ അസൈൻമെന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ അസൈൻമെന്റും പ്രൊജക്റ്റും ഫൈൻ ഇല്ലാതെ ഓൺലൈനായി സമർപ്പിക്കേണ്ട അവസാന തീയതി 2026 ജൂലൈ 31 ആണ്. അപ്പോൾ 2026 ജൂലൈ 31 മുൻപായിട്ട് തന്നെ നിങ്ങളുടെ അസൈൻമെന്റും പ്രൊജക്റ്റും നിങ്ങൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുക. ഇനി ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ വിവരം നമ്മുടെ ചാനൽ വഴി നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ 2026 ഒക്ടോബർ മാസത്തിലെ പരീക്ഷ എഴുതുന്നതിന് വേണ്ടി 10ാം ക്ലാസ്സോ +2 കോഴ്സുകളിലേക്കൊക്കെ രജിസ്ട്രേഷൻ ചെയ്ത സമയത്ത് നിങ്ങൾ പ്രാക്ടിക്കൽ വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഈ പ്രാക്ടിക്കൽ വിഷയങ്ങളുടെ പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ അല്ലെങ്കിൽ PCP ക്ലാസ് എന്ന് പറയും അല്ലെ. അപ്പൊ ഈ ഒരു ക്ലാസ്സുകളൊക്കെ അതത് സ്റ്റഡി സെന്ററുകളിൽ ആരംഭിച്ചിട്ടുണ്ട്. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെയാണ് ഈ ഒരു PCP ക്ലാസ്സുകൾ അതത് സ്റ്റഡി സെന്ററുകളിൽ നടത്തപ്പെടുക. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പ്രാക്ടിക്കൽ വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ സ്റ്റഡി സെന്ററുമായി കോൺടാക്ട് ചെയ്ത്, സ്റ്റഡി സെന്റർ മീൻസ് നിങ്ങളുടെ NIOSന്റെ ID കാർഡിൽ കൊടുത്തിരിക്കുന്ന സെന്റർ ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റഡി സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ പ്രാക്ടിക്കൽ ക്ലാസ്സുകളുടെ വിവരം മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ അതത് സബ്ജക്റ്റുകളുടെ പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അപ്പൊ ഈ ഒരു പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ ഈ ഒരു ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ സ്റ്റഡി സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്ത് കറക്റ്റ് വിവരങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം ഈ ക്ലാസ്സുകളിൽ പോയി പങ്കെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അതേപോലെ തന്നെ പ്രാക്ടിക്കൽ വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്കുകളും ഈ ഒരു ടൈമിലാണ് നമ്മൾ റെഡിയാക്കേണ്ടത് കേട്ടോ. അപ്പം അതും ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെയാണ് പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്കുകളും തയ്യാറാക്കേണ്ടത്. സോ ഈ പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്ക് തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്റ്റഡി സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്ത് അവരുടെ നിർദ്ദേശപ്രകാരം വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് റെക്കോർഡ് ബുക്കുകളൊക്കെ തയ്യാറാക്കേണ്ടത്. അതും ഈ ഒരു ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി 2026 ഏപ്രിൽ മാസത്തിലെ പരീക്ഷയ്ക്ക് വേണ്ടി പരീക്ഷ ഫീസ് ഒക്കെ അടച്ചു. ചില സാഹചര്യങ്ങൾ കൊണ്ട് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക് 2026 ഒക്ടോബർ മാസത്തിലെ സേ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ ഒരു സേ പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യേണ്ട ടൈമാണ് ഇപ്പോൾ. നിങ്ങൾക്കറിയാം, ഫൈൻ ഇല്ലാതെയുള്ള പരീക്ഷ ഫീസ് അടയ്ക്കേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് 2026 ജൂലൈ 22 ആയിരുന്നു. അത് കഴിഞ്ഞുപോയി. അപ്പോൾ 2026 ജൂലൈ 23 മുതൽ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റ് നോർമൽ പരീക്ഷ ഫീസ് എത്രയാണോ അതിന്റെ കൂടെ 150 രൂപ ഫൈനോടുകൂടി 2026 ജൂലൈ 27 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു 150 രൂപ ഫൈനോടുകൂടി പരീക്ഷ ഫീസ് അടയ്ക്കാം. അതായത് സേ പരീക്ഷയുടെ പരീക്ഷ ഫീസ് അടയ്ക്കാവുന്നതാണ്. അതേപോലെ തന്നെ 2026 ജൂലൈ 28 മുതൽ 2026 ഓഗസ്റ്റ് 1 വരെ നോർമൽ പരീക്ഷ ഫീസിനോടൊപ്പം 1600 രൂപ സൂപ്പർ ഫൈനോട് കൂടി നിങ്ങൾക്ക് പരീക്ഷ ഫീസ് അടയ്ക്കാൻ പറ്റും. അപ്പോൾ സേ പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ സേ പരീക്ഷ 2026 ഒക്ടോബർ മാസത്തിലെ പരീക്ഷയാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പരീക്ഷ ഫീസ് അടയ്ക്കാവുന്നതാണ്. അതും ഫൈനോട് കൂടിയാണ് എന്നുള്ള കാര്യം മറന്നുപോയേക്കരുത്. അടുത്ത നമ്മുടെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ആണ്. ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ഇപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. അത് ഏതെങ്കിലും അംഗീകൃത ബോർഡുകളിൽ നിന്ന് 10ാം ക്ലാസ്സോ +2 ഒക്കെ ഫെയിൽ ആയിട്ടുള്ള വിദ്യാർത്ഥികൾ, അവിടെ നമ്മുടെ NIOSന്റെ ബോർഡ് വരുന്നുണ്ട് കേട്ടോ. NIOSൽ നിങ്ങൾ പരാജയപ്പെട്ടു പോയ വിദ്യാർത്ഥികളാണെങ്കിലും വരുന്ന ഒക്ടോബർ വരെ കാക്കാനായിട്ട് നിങ്ങൾക്ക് സമയമില്ല, അല്ലെങ്കിൽ 2027 ഏപ്രിൽ മാസത്തിൽ പരീക്ഷ എഴുതാനായിട്ടുള്ള ഒരു സമയം എനിക്ക് പറ്റത്തില്ല, അതിന് മുമ്പ് തന്നെ എനിക്ക് സർട്ടിഫിക്കറ്റ് വേണം, ഇങ്ങനെയുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് ബുക്ക് ചെയ്തിട്ട് എക്സാം എഴുതാനായിട്ട് സാധിക്കും. അതാണ് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. സോ ഏതെങ്കിലും അംഗീകൃത ബോർഡുകളിൽ നിന്ന് 10ാം ക്ലാസ്സോ +2 ഒക്കെ ഫെയിൽ ആയിട്ടുള്ള കുട്ടികൾക്ക്
ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ മുഖേന നിങ്ങൾക്ക് സബ്ജക്റ്റുകൾ ട്രാൻസ്ഫർ ചെയ്തും അതേപോലെ തന്നെ 5 വിഷയങ്ങൾ മാത്രമായിട്ടും NIS വഴി നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഓൺ ഡിമാൻഡ് എക്സാമിനേഷന് ഇപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ജൂലൈ ഓഗസ്റ്റ് മാസം കൂടി നമുക്ക് ഇനി പരീക്ഷയ്ക്കുള്ളൂ. സോ ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ പരീക്ഷ എഴുതിക്കൊണ്ട് നിങ്ങളുടെ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. സീറ്റ് ബുക്ക് ചെയ്യുന്ന എക്സാം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു സീറ്റ് അവൈലബിലിറ്റി കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. അതിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടുന്ന് ചെയ്തു തരുന്നതായിരിക്കും. അതേപോലെ തന്നെ സ്ട്രീം 2 അതും അതേപോലെ തന്നെ ഏതെങ്കിലും അംഗീകൃത ബോർഡുകളിൽ നിന്ന് 10ാം ക്ലാസ് +2 ഒക്കെ പരാജയപ്പെട്ടു പോയ വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ സബ്ജക്ട് ട്രാൻസ്ഫർ ചെയ്തും അതേപോലെ തന്നെ സബ്ജക്ട് ട്രാൻസ്ഫർ ചെയ്യാതെയും 2026 ഒക്ടോബർ മാസത്തിലെ പരീക്ഷ എഴുതിക്കൊണ്ട് 10 അല്ലെങ്കിൽ +2 സർട്ടിഫിക്കറ്റ് നേടാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഈ ഒരു സ്ട്രീം 2 അല്ലെങ്കിൽ 2026 ഒക്ടോബർ മാസത്തിലെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള അഡ്മിഷൻ എടുക്കേണ്ട അവസാന തീയതി ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്താണ് 2026 ജൂലൈ 31 വരെ ഉള്ളൂ കേട്ടോ. അതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് സ്ട്രീം 2ലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ സ്ട്രീം 2ലേക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിന്റെ അവസാന ഡേറ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി വരാൻ പോകുന്ന 2027 ഏപ്രിൽ മാസത്തിലെ പരീക്ഷ എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. 10ാം ക്ലാസ് അല്ലെങ്കിൽ ഒരു +2 സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ആളുകൾക്ക് വരാൻ പോകുന്ന 2027 ഏപ്രിൽ മാസത്തിലെ പരീക്ഷ എഴുതിക്കൊണ്ട് 10ാം ക്ലാസ്സും +2 നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ 2027 ഏപ്രിൽ മാസത്തിൽ പരീക്ഷ എഴുതാനായിട്ടാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2027 ഏപ്രിൽ മാസത്തെ പരീക്ഷ എഴുതിക്കൊണ്ട് മുമ്പ് സൂചിപ്പിച്ചുള്ള തന്നെ സബ്ജക്ട് വേണം ട്രാൻസ്ഫർ ചെയ്ത് എഴുതാം. അതല്ലെങ്കിൽ 5 വിഷയം ഫുൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു NIOSന്റെ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതായത് സ്ട്രീം 2 ഉണ്ട്, ഓൺ ഡിമാൻഡ് ഉണ്ട്, പബ്ലിക് എക്സാം ഉണ്ട്. ഇതിന്റെ ഒക്കെ ഡിഫറൻസസ് അല്ലെങ്കിൽ ഇതിന്റെ പ്രത്യേകത എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. അപ്പൊ ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഏത് എക്സാം ആണ് ഓക്കെ ആയിട്ടുള്ളത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതനുസരിച്ച് നമുക്ക് അഡ്മിഷൻ എടുത്ത് അതിന്റെ മുമ്പോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പം ഏതെങ്കിലും അത് NIS തന്നെ നിങ്ങൾ +2 ഒക്കെ കംപ്ലീറ്റ് പാസ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഡിഗ്രി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. സോ ഫൈൻ ഇല്ലാതുള്ള രജിസ്ട്രേഷൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഡിഗ്രി കോഴ്സ് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു മാസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നിർത്തുന്നു. NISനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.